കപ്പയില്ലാതെ വലയുന്ന മലയാളി. മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നും കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഭക്ഷണവുമാണ് കപ്പ അഥവാ മരച്ചീനി. മരച്ചീനിയും മീൻകറിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കപ്പയും മീൻകറിയും എന്ന് പറയുന്നത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ഈ കപ്പയും മീനും എന്ന് പറയുന്നത്. പിന്നീട് പൊറോട്ടയും ബീഫുമാണ് മലയാളിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവം. ഇപ്പോൾ കപ്പ അല്ലെങ്കിൽ ഈ മരച്ചീനി കേരളത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ പഴയതുപോലെ കപ്പ കിട്ടാനില്ല. നമ്മൾ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. നേരത്തെ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒന്ന് യാത്ര ചെയ്താൽ നിറയെ കപ്പത്തോട്ടങ്ങൾ കാണാം. അത് വീടുകളിൽ കാണാം. അതേപോലെ തന്നെ ഇടവിളയായി പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്താൽ ഈ കപ്പത്തോട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കപ്പ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ വളരെ വിരലുണ്ടാവുന്ന ഏതാനും കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് ഒഴികെ ഈ കപ്പ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കേരളത്തിൽ ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. നേരത്തെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ ഓരോ വീടുകളിലെയും ഒരു 1/2 സെന്റ് ഉണ്ടെങ്കിൽ അവിടെ വരെ നമ്മൾ കപ്പ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ നാട്ടിൻ പുറത്തും ഇത്തരമൊരു പരമ്പരാഗത രീതി ആൾക്കാർ ഉപേക്ഷിച്ചു തുടങ്ങി. കപ്പയോട് അങ്ങനെ ഒരു പ്രിയം ഇല്ലാതാകുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതിയ രുചികൾ മലയാളിയുടെ തീന്മേശയിലേക്ക് വന്നതാണ്. അതായത് അറേബ്യൻ രുചികൾ, ചിക്കൻ്റെ പല വിധത്തിലുള്ള രുചികൾ, പല തരത്തിലുള്ള ചിക്കനുകൾ, അതേപോലെ മന്തികൾ, അങ്ങനെ പുതിയ പുതിയ വിഭവങ്ങൾ മലയാളിയുടെ തീന്മേശയിലേക്ക് വന്നു തുടങ്ങി. ഓൺലൈനിൽ കൂടി ഒന്ന് ഓർഡർ ചെയ്താൽ മതി, 10-20 മിനിറ്റിനകം തന്നെ പ്രിയപ്പെട്ട പുതിയ വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിലേക്ക് വന്ന് നിറയുന്നു. അതുകൊണ്ട് പുതിയ ഈ അറേബ്യൻ വിഭവങ്ങളിലേക്ക് മലയാളിയുടെ രുചിഭേദങ്ങൾ മാറിയതോടുകൂടി പഴയകാല രുചികൾ മലയാളിയുടെ തീന്മേശയിൽ നിന്നും ഇല്ലാതായി. അങ്ങനെ ഇല്ലാതായ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കപ്പയും മീൻകറിയും. വീട്ടിൽ കപ്പയും മീൻകറിയും ഉണ്ടാക്കുന്ന ശീലം മലയാളികൾക്ക് ഇല്ലാതായിരിക്കുന്നു. കപ്പയും മീൻകറിയും കഴിക്കണമെങ്കിൽ മലയാളിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഷാപ്പുകളെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ ഇത് വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെയുള്ള ബുഫേകളിൽ വലിയ ഒരു വിഭവമായിട്ടാണ് കപ്പയെ അവതരിപ്പിക്കുന്നത്, കപ്പയെയും മീൻകറിയെയും അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും ചീപ്പായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ മലയാളിയുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു ഭക്ഷണ രീതി തന്നെയാണ് ഇത്രയും കോസ്റ്റ്ലിയായി പല 5 സ്റ്റാർ ഹോട്ടലുകളും അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല മലയാളി സ്വന്തമായി കപ്പ ഉണ്ടാക്കുന്ന പതിവ് ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മരച്ചീനി കർഷകരാണ്. മരച്ചീനി കർഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഇപ്പോൾ അന്യമായിരിക്കുകയാണ്. ആരും അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മരച്ചീനി കൃഷി ചെയ്യുന്നില്ല കേരളത്തിൽ. നമ്മളൊന്ന് സഞ്ചരിച്ചു നോക്കുക. നേരത്തെ ഒരു 10-25 വർഷം മുൻപ് ഒരു 1-2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ ഒക്കെ തന്നെ നമുക്ക് മരച്ചീനി കൃഷി കാണാൻ കഴിയും. ഇപ്പോഴങ്ങനെ കാണാൻ കഴിയുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്നില്ല, വ്യാവസായിക അടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നത് വളരെ അധികം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാവുന്നതുപോലെ കപ്പയുടെ തണ്ട് നട്ട് കഴിഞ്ഞാൽ അത് വിളവെടുക്കണമെങ്കിൽ ഏതാണ്ട് 8 മുതൽ 10 മാസം വരെ നീണ്ടു നിൽക്കും. മാത്രമല്ല ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കപ്പ കൃഷി ചെയ്യുമ്പോൾ അവിടെ രാസവളം വേണ്ടി വരുന്നു. അതേപോലെ തന്നെ ചാണകം അടക്കമുള്ള വളം വേണ്ടി വരുന്നു. ഇത് പണ്ടൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചാണകം, പശു വളർത്തലിലൂടെ ലഭിക്കുന്ന ചാണകവും ഗോമൂത്രവും ഒക്കെ ആയിരുന്നു കപ്പയ്ക്ക് വളമായി നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പശുക്കളെ വളർത്തുന്ന രീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചാണകത്തിൻ്റെ ലഭ്യതയില്ല, ഗോമൂത്രത്തിൻ്റെ ലഭ്യതയില്ല. ആകെ ആശ്രയിക്കാവുന്നത് രാസവളങ്ങളെയാണ്. അങ്ങനെ രാസവളങ്ങൾ ഇട്ടുകൊണ്ടുള്ള കപ്പ കൃഷി
ഈ 8-10 മാസം അടക്കം രാസവളം ഇട്ടുകൊണ്ടുള്ള കപ്പ കൃഷി കർഷകന് നഷ്ടമാണ്. കാരണം ഈ കപ്പയെ മൊത്ത വ്യാപാരികൾ എടുക്കുന്നില്ല, അവർക്ക് അത് നഷ്ടമാണ്. അതുകൊണ്ട് ഈ കൃഷി ചെയ്യുന്ന കർഷകനും ഈ മൊത്ത കച്ചവടക്കാരനും ഒരേപോലെ കേരളത്തിൽ നഷ്ടമായിരിക്കുന്ന ഒരു കൃഷിയായി കപ്പ കൃഷി മാറിയിരിക്കുന്നു. അങ്ങനെ കപ്പ കൃഷി ഇല്ലാതായിരിക്കുകയും കപ്പയുടെ ലഭ്യത കേരളത്തിൽ കുറവായി വരികയും ചെയ്യുന്നു. കേരളത്തിൽ കപ്പ കിട്ടാനില്ല. കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്ന കപ്പയിൽ അധികവും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ പച്ചക്കറികൾ പോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പയും വരുന്നു. അങ്ങനെ മലയാളികളുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമായിട്ടുള്ള ഈ കപ്പ, സ്വതസിദ്ധമായ ഭക്ഷണമായിട്ടുള്ള ഈ കപ്പയ്ക്ക് പോലും നമ്മളിപ്പോൾ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ചുരുക്കത്തിൽ കപ്പ ഇപ്പോൾ കേരളത്തിൽ കിട്ടാനില്ല, എങ്ങും കിട്ടാനില്ല. പിന്നീട് ഈ കപ്പ കൊണ്ട് ലാഭകരമാകുന്ന ചില വ്യവസായങ്ങളുണ്ട്. അതും വളരെ തുച്ഛമായ ലാഭമേ ഈ കപ്പ കൃഷിക്കാരന് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. ഉദാഹരണം, കപ്പയിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യം നമുക്കറിയാമല്ലോ. കപ്പ ഉപ്പേരി, അതേപോലെ തന്നെ കപ്പ കൊണ്ടുള്ള നൂഡിൽസ്, ഇതിനൊക്കെ വളരെ ചെറിയ തോതിലെ ലാഭമേ കർഷകന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കപ്പ കൃഷി കേരളത്തിൽ ഏതാണ്ട് അന്യം നിന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരും അങ്ങനെ കപ്പ കൃഷിക്ക് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നില്ല. പ്രത്യേകിച്ചും പുതിയ തലമുറ, പഴയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും മാത്രമേ ഇപ്പോൾ കപ്പ കൃഷി ചെയ്യുന്നുള്ളൂ. അതും സ്വന്തം ആവശ്യത്തിനോ മറ്റോ കൃഷി ചെയ്തെങ്കിലായി. അല്ലാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ തോതിൽ കപ്പ കൃഷി ചെയ്യുന്ന രീതി ഇല്ല. പണ്ടൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ ധാരാളമായി ഉണ്ടാകുന്ന ഈ കപ്പ വീട്ടാവശ്യത്തിന് ശേഷം പിന്നീട് മാർക്കറ്റ് കൊണ്ട് വിൽക്കുമായിരുന്നു. അതല്ല എങ്കിൽ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഈ കപ്പ കൊത്തിയെരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ വാട്ടിയോ വർഷങ്ങളായി അടുത്ത സീസൺ വരെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായം നാട്ടിൻ പുറത്ത് ഇല്ലാതായിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു നഗരമായി മാറിയിരിക്കുന്നു. നഗരത്തിലുള്ള എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും സൗകര്യങ്ങളും ഗ്രാമങ്ങളിൽ കിട്ടും. അതുപോലെ തന്നെ നഗരങ്ങളിലെ അതേ കൾച്ചർ തന്നെയാണ് ഗ്രാമങ്ങളിലും ലഭിക്കുന്നത്. ഈ പറയുന്ന ഓൺലൈൻ വഴി നമുക്ക് ഗ്രാമങ്ങളിൽ പോലും ഓർഡർ ചെയ്ത് ഹോട്ടൽ ഭക്ഷണം വരുത്താമെന്നിരിക്കെ ഈ പറയുന്ന കപ്പ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കപ്പ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായാലും കൃഷി ചെയ്യാനോ മലയാളികൾ മടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കപ്പ എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കുന്നു. കള്ളിഷാപ്പുകളിലും നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ വലിയ വിലയേറിയ ഒരു വിഭവമായി കപ്പ മാറിയിരിക്കുന്നു. അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്ന, ഏറ്റവും ലളിതമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് മരച്ചീനി. ഇനി ഒരു കാര്യം ഈ ശാസ്ത്രീയമായിട്ടുള്ള അവബോധമാണ്. കാരണം കപ്പയിൽ അടങ്ങിയിരിക്കുന്നത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നത് കാരണം പല അസുഖങ്ങളും വരുമെന്നുള്ള തിരിച്ചറിവ് മൂലം നമ്മൾ കപ്പയെ അധികം ആശ്രയിക്കാതിരിക്കുന്നു. 2-3 നേരം കപ്പ കഴിച്ചുകൊണ്ടിരുന്ന പഴയ മലയാളികൾ പുതിയ ശാസ്ത്രീയമായ അവബോധം മൂലം ഈ കപ്പയെ ബോധപൂർവം ഒഴിവാക്കുന്നു. കാരണം കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഏതാണ്ട് 80% കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് കപ്പ. അതുകൊണ്ട് തന്നെ കപ്പ വലിയ തോതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നത്, പ്രോട്ടീൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പയെ പ്രമേഹ രോഗികളടക്കം മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം കൂടി വന്നു. അതോടുകൂടി കപ്പ പൂർണ്ണമായും തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായി. പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നറിയാമല്ലോ. കാർബോഹൈഡ്രേറ്റ് കൂടുതലായത് കാരണം പ്രമേഹ രോഗികളടക്കം ഉള്ള കപ്പയെ മാറ്റിവെക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ മലയാളികളുടെ തീന്മേശയിൽ നിന്നും, മലയാളികളുടെ നാവിൽ നിന്നും, മലയാളിയുടെ മാർക്കറ്റിൽ നിന്നും, മലയാളികളുടെ പഴയ ചന്തയിൽ നിന്നും ഒക്കെ തന്നെ കപ്പ എന്ന് പറയുന്ന വിഭവം ഇല്ലാതായിരിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കപ്പ കൊണ്ടുള്ള നമുക്ക് കപ്പ പുഴുക്ക്, കപ്പ പുഴുങ്ങിയത്, അങ്ങനെ പല രീതിയിലാണ് മലയാളി കഴിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ മീൻകറിയും ഉണ്ടെങ്കിൽ മലയാളിയുടെ നാവിൻ്റെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊതിയൂർപ്പിക്കുന്ന ഒരു വിഭവമായി കപ്പ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ ചുരുക്കം മാത്രമേ കപ്പ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മലയാളി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബോധപൂർവം കപ്പ കൃഷി ചെയ്താൽ പോലും അത്
വ്യക്തിപരമായ ആവശ്യത്തിന് അപ്പുറത്തേക്ക് ഒരു വാണിജ്യ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു കച്ചവട സാധ്യതയിലേക്ക് കപ്പയുടെ ഒരു വിപണിയിലേക്ക് മലയാളിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം കപ്പ ഏറ്റെടുക്കാനോ കപ്പ ഏറ്റെടുത്ത് വിൽപ്പന നടത്താനോ ഇവിടുത്തെ മൊത്ത വ്യാപാരികൾ മടിക്കുന്നു. അവർക്ക് ഇത് വലിയ നഷ്ടമാണ്. കപ്പ കൃഷി ചെയ്യുന്നവരെ പോലെ തന്നെ മൊത്ത വ്യാപാരികൾക്കും ഈ പറയുന്ന കപ്പ വാങ്ങുന്നത് നഷ്ടമാണ്. ചുരുക്കത്തിൽ നമ്മുടെ തീന്മേശയിൽ നിന്നും കപ്പ അന്യമാകുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ എന്ന് തന്നെയാണ് ഉത്തരം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.